എന്താണ് ഡേഞ്ചർ ഓഫ് ഫണ്ട്? നമുക്കൊരു ഒരേ പാറ്റേൺ ഉള്ള കസ്റ്റമർ മാത്രമേ എങ്കിൽ നമ്മൾ അപകടത്തിലാണ്. അത് പുതിയ കസ്റ്റമർ വരുന്നില്ല, സ്ഥിര കസ്റ്റമർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ ഡേഞ്ചർ ഓഫ് ഫണ്ടാണ്. ഒരു സെയിൽസ് സ്റ്റാഫ്, മിടുക്കനായിട്ടുള്ള ഒരൊറ്റ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, അവൻ മാത്രമാണ് നമുക്ക് ബിസിനസ് നടത്തി തരുന്നതെങ്കിൽ നമ്മൾ ഡേഞ്ചർ ഓഫ് ഫണ്ടാണ്. കാര്യം അവൻ ഇട്ടിട്ട് പോയാൽ നമ്മൾ തീരും. നമുക്ക് ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ നമ്മളെ ഉള്ളൂ, ഒറ്റ പ്രൊഡക്റ്റ് എങ്കിൽ നമ്മൾ ഡേഞ്ചർ ഓഫ് ഫണ്ടാണ്. ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് എപ്പോഴും വേണം തരുന്നില്ല, എപ്പോഴും വേണം അതിന്റെ ആവശ്യകത ഇല്ലാതാക്കാം. നമ്മൾ ഒറ്റ രീതിയിൽ മാത്രം നമ്മൾ ബിസിനസ് ചെയ്യും, അത് ഡേഞ്ചർ ഓഫ് ഫണ്ടാണ്. ഒറ്റ മാർക്കറ്റിംഗ് നമ്മള് പരസ്യം കൊടുക്കുന്ന ഒറ്റ ഫേസ്ബുക്ക് വഴി മാത്രമേ പരസ്യം കൊടുക്കൂ, ഇൻസ്റ്റ കൊടുക്കില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ വഴി കൊടുക്കില്ല എങ്കിൽ നമ്മൾ ഡേഞ്ചർ ഓഫ് ഫണ്ടാണ്. നമ്മൾ പോസ്റ്റ് ചെയ്യുക ഒറ്റ കാര്യത്തിന് മാത്രമാണെങ്കിൽ ഡേഞ്ചർ ഓഫ് ഫണ്ടാണ്. ഡേഞ്ചർ ഓഫ് ഫണ്ട് ബിസിനസ്സിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒറ്റ രീതി നമ്മൾ എപ്പോഴും ഒരേപോലെ നിൽക്കില്ല, കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഡേഞ്ചർ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്.